ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. വാർഡിൽ മിനി MCF ഉണ്ടാവണം. ഇപ്പോൾ എത്ര മിനി MCF ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ വാർഡിലും ഒന്നുണ്ടാവും വിചാരിക്കുന്നില്ല. ഒന്ന് പോരാ. ഒന്ന് എപ്പോഴാണ് വെച്ചത്? കളക്ഷൻ 50-60% ആകുമ്പോഴാണ്. ഇപ്പം 100% എത്താൻ പോവാണ്. കളക്ഷൻ 100% എത്തുമ്പോൾ ഒന്നും മതിയാവില്ല, ചിലപ്പോൾ രണ്ടും മതിയാവില്ല. എത്ര എണ്ണം വേണോ അത്രയും മിനി MCF വേണം. പഞ്ചായത്തിലെല്ലാം MCF വേണം. ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്, ബ്ലോക്കിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇനി രണ്ടാമത്തെ ചോദ്യം, സൗകര്യമുണ്ടോ ആവശ്യത്തിന് MCF എന്നുള്ളതാണ്. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുന്നതിന് ശുചിത്വ മിഷന്റെ സഹായത്തോടെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത പ്രോജക്റ്റാണ് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്റർ. ശുചിത്വ മിഷന്റെ സഹായത്തോടെ ചിറയൻകീഴ് ബ്ലോക്ക് പരിധിയിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലെയും അജൈവ മാലിന്യ സംസ്കരണത്തിനായി 55 ലക്ഷം രൂപയോളം വകയിരുത്തി ആരംഭിച്ച പദ്ധതിയാണിത്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന തരംതിരിച്ച അജൈവ മാലിന്യങ്ങൾ പഞ്ചായത്ത് തലങ്ങളിലെ MCFകളിൽ എത്തിക്കുകയും അവിടെ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉടമസ്ഥതയിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന RRFിലേക്ക് അജൈവ മാലിന്യം കൈമാറുകയും RRFിൽ വെച്ച് ബെയിൽ ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. അതുവഴി ബ്ലോക്ക് പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ അജൈവ മാലിന്യ ശേഖരണത്തിന് ഒരു പരിഹാരമുണ്ടാക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചിറയൻകീഴ് MLA V ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീ സ്വാഗതം ആശംസിച്ചു. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ലൈജു, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ വാഹിദ്, കിഴുവല്ലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത R, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിറോസ് ലാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. മുതാക്കൽ RRF അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ സ്റ്റാർലി OS നന്ദിയും രേഖപ്പെടുത്തി. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.